ലൂക്കോസ് അധ്യായം 7. ജനങ്ങൾ കേൾക്കെ ഇതൊക്കെയും പറഞ്ഞതിന് ശേഷം യേശു കഫർനഹൂമിൽ പ്രവേശിച്ചു. അവിടെ ഒരു ശതാധിപന് വളരെ പ്രിയങ്കരനായിരുന്ന ദാസൻ രോഗം ബാധിച്ച് മരിക്കാറായിരുന്നു. ശതാധിപൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് അദ്ദേഹം വന്ന് തന്റെ ദാസനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിക്കുവാൻ യഹൂദന്മാരുടെ ചില മൂപ്പന്മാരെ അദ്ദേഹത്തിന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് താല്പര്യത്തോടെ ഇങ്ങനെ അപേക്ഷിച്ചു: അങ്ങ് ഇത് ചെയ്തു കൊടുക്കുവാൻ ഈ മനുഷ്യൻ യോഗ്യൻ. എന്തുകൊണ്ടെന്നാൽ ഇയാൾ നമ്മുടെ ജനങ്ങളെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി ഒരു പള്ളി പണിതു തരികയും ചെയ്തിരിക്കുന്നു. അങ്ങനെ യേശു അവരോടുകൂടെ പോയി. അദ്ദേഹം വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അദ്ദേഹത്തിന്റെ അടുക്കൽ അയച്ച് ഇങ്ങനെ പറയിച്ചു: കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. കാരണം അങ്ങ് എന്റെ ഭവനത്തിൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ അങ്ങയുടെ അടുക്കൽ വരുവാൻ ഒരുമ്പെടാഞ്ഞത്. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ദാസന് സൗഖ്യം ലഭിക്കും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുത്തനോട് ഞാൻ പോകൂ എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, മറ്റൊരുത്തനോട് വരൂ എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. ഞാൻ എന്റെ ദാസനോട് ഇത് ചെയ്യൂ എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. യേശു ഇത് കേട്ടിട്ട് അവനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ജനക്കൂട്ടത്തിനു നേരെ തിരിഞ്ഞ് അദ്ദേഹം: ഇസ്രായേലിൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നു പറഞ്ഞു. അയക്കപ്പെട്ടിരുന്നവർ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ദാസൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നതായി കണ്ടു. പിറ്റേന്നാൾ യേശു നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അദ്ദേഹത്തെ അനുഗമിച്ചു. അദ്ദേഹം പട്ടണത്തിന്റെ വാതിലിനോട് സമീപിച്ചപ്പോൾ അതാ മരിച്ചുപോയ ഒരുവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവൻ അമ്മയുടെ ഏകപുത്രൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിൽ നിന്നുള്ള വലിയൊരു ജനക്കൂട്ടം അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവിന്റെ മനസ്സലിഞ്ഞു. അവിടുന്ന് അവളോട് കരയേണ്ട എന്നു പറഞ്ഞു. പിന്നീട് അദ്ദേഹം അടുത്തു ചെന്ന് ശവമഞ്ചം തൊട്ടു. അത് ചുമന്നിരുന്നവർ നിന്നു. അദ്ദേഹം പറഞ്ഞു: യുവാവേ, എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ എല്ലാവരും പരിഭ്രമം നിറഞ്ഞവരായി ദൈവത്തെ പുകഴ്ത്തി. ഒരു മഹാപ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുകയാണ് എന്ന് അവർ പറഞ്ഞു. യേശുവിനെ കുറിച്ചുള്ള ഈ വാർത്ത യഹൂദ്യയിൽ എല്ലായിടത്തും ചുറ്റുമുള്ള പ്രദേശത്തും പ്രചരിച്ചു. ഇവയൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ അറിയിച്ചു. യോഹന്നാൻ അവരിൽ 2 പേരെ വിളിച്ച് കർത്താവിന്റെ അടുത്തേക്ക് അയച്ചു. വരുവാനുള്ളവൻ അങ്ങ് തന്നെയോ? അല്ല, ഞങ്ങൾ മറ്റൊരാളിനെ പ്രതീക്ഷിക്കണമോ എന്ന് അവരിലൂടെ അദ്ദേഹത്തോടെ ചോദിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു പറഞ്ഞു: യോഹന്നാൻ സ്നാപകൻ ഞങ്ങളെ അങ്ങയുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നു, വരുവാനുള്ളവൻ അങ്ങ് തന്നെയോ? അല്ല, ഞങ്ങൾ മറ്റൊരുത്തനു വേണ്ടി കാത്തിരിക്കണമോ? ആ സമയത്തു തന്നെ യേശു വ്യാധികളും രോഗങ്ങളും ദുരാത്മാക്കളും ബാധിച്ച അനേകരെ സൗഖ്യമാക്കുകയും അന്ധരായ അനേകർക്ക് കാഴ്ച നൽകുകയും ചെയ്തു. പിന്നെ അദ്ദേഹം ആ വന്നവരോട്: നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് തിരിച്ചു ചെന്ന് യോഹന്നാനെ അറിയിപ്പിൻ. അന്ധർക്ക് കാഴ്ച ലഭിക്കുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. എന്നാൽ ഞാൻ നിമിത്തം ഇടറിപ്പോകാത്തവൻ അനുഗ്രഹീതൻ എന്നു പറഞ്ഞു. യോഹന്നാന്റെ ദൂതന്മാർ പോയ ശേഷം യേശു ജനക്കൂട്ടത്തോട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ എന്തു കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിൽ ഉലയുന്ന ഞാങ്ങണയോ? അതല്ലെങ്കിൽ മറ്റെന്തു കാണുവാൻ പോയി? മൃദുല വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യനെയോ? അല്ല, അമൂല്യ വസ്ത്രങ്ങൾ ധരിക്കുകയും ആഡംബരത്തിൽ മുഴുകുകയും ചെയ്യുന്നവർ കൊട്ടാരങ്ങളിലല്ലയോ ഉള്ളത്? എന്നാൽ നിങ്ങൾ എന്തു കാണുവാൻ പോയി? ഒരു പ്രവാചകനെയോ? അതെ, ഒരു പ്രവാചകനേക്കാൾ ശ്രേഷ്ഠനെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കും. അവൻ നിനക്ക് വഴിയൊരുക്കും എന്നെഴുതിയിരിക്കുന്നത് ഇദ്ദേഹത്തെക്കുറിച്ചാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. എങ്കിലും
ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അദ്ദേഹത്തെക്കാൾ വലിയവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ജനങ്ങളെല്ലാവരും, ചുങ്കക്കാർ പോലും യേശുവിന്റെ വചനങ്ങൾ കേട്ടപ്പോൾ അവർ യോഹന്നാന്റെ സ്നാനം ഏറ്റിരുന്നതുകൊണ്ട് ദൈവത്തിന്റെ വഴി നീതിയുള്ളതെന്ന് അംഗീകരിച്ചു. എന്നാൽ യോഹന്നാനാൽ സ്നാനം ഏൽക്കാതിരുന്ന പരീശന്മാരും ന്യായശാസ്ത്ര പണ്ഡിതരും തങ്ങൾക്കായുള്ള ദൈവത്തിന്റെ ആലോചന തള്ളിക്കളഞ്ഞിരുന്നു. യേശു തുടർന്നു പറഞ്ഞു, ഈ തലമുറയിലെ ജനങ്ങളെ ഇനി ഞാൻ എന്തിനോടാണ് ഉപമിക്കേണ്ടത്? അവർ എന്തിനോട് സദൃശർ? ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങളോ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപഗീതം പാടി, നിങ്ങൾ വിലപിച്ചില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് അന്യോന്യം വിളിച്ചു പറയുന്ന കുട്ടികൾക്കവർ തുല്യരാണ്. അപ്പം തിന്നാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്ന യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് നിങ്ങൾ അവന് ഭൂതമുണ്ട് എന്ന് പറയുന്നു. മനുഷ്യപുത്രൻ തിന്നു കുടിക്കുന്നവനായി വന്നു. അപ്പോൾ നിങ്ങൾ, ഇതാ തിന്നിയും കുടിയനുമായ ഒരുവൻ, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് പറയുന്നു. ജ്ഞാനമാകട്ടെ തന്റെ എല്ലാ സന്താനങ്ങളാലും ശരിയെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. പരീശന്മാരിൽ ഒരുവൻ തന്നോടൊത്തു ഭക്ഷണം കഴിപ്പാൻ യേശുവിനെ ക്ഷണിച്ചു. അദ്ദേഹം പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. യേശു പരീശന്റെ ഭവനത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേട്ട് ആ പട്ടണത്തിൽ പാപജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ പിന്നിൽ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീരുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദങ്ങൾ നനച്ചു തുടങ്ങി. പിന്നെ അവൾ പാദങ്ങൾ തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിക്കുകയും അവയിൽ തൈലം പൂശുകയും ചെയ്തു. അദ്ദേഹത്തെ ക്ഷണിച്ച പരീശൻ ഇത് കണ്ടിട്ട്, ഈ മനുഷ്യൻ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ ആരാണ് തന്നെ തൊടുന്നതെന്നും അവൾ ഏതു തരത്തിലുള്ള സ്ത്രീയാണെന്നും അറിയുമായിരുന്നു. അവൾ ഒരു പാപിനിയാണല്ലോ എന്ന് തന്നോട് തന്നെ പറഞ്ഞു. യേശു അവനോട്, ശിമോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. ഗുരു, പറഞ്ഞാലും. അവൻ പറഞ്ഞു, പണം വായ്പ കൊടുക്കുന്ന ഒരു മനുഷ്യനോട് കടംപെട്ട 2 പേർ ഉണ്ടായിരുന്നു. ഒരുവൻ 500 ദിനാറും മറ്റവൻ 50 കൊടുക്കേണ്ടിയിരുന്നത്. തിരികെ കൊടുക്കുവാനുള്ള പണം അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ 2 പേരുടെയും കടം അയാൾ ഇളച്ചുകൊടുത്തു. ആകട്ടെ, അവരിൽ ആരാണ് അയാളെ കൂടുതൽ സ്നേഹിക്കുക? കൂടുതൽ ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ശിമോൻ ഉത്തരം പറഞ്ഞു. നിന്റെ വിധി ശരി തന്നെ. യേശു പറഞ്ഞു. പിന്നെ അദ്ദേഹം സ്ത്രീയുടെ നേർക്ക് തിരിഞ്ഞിട്ട് ശിമോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു. നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണുനീരുകൊണ്ട് എന്റെ പാദങ്ങൾ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഈ സ്ത്രീ ഞാൻ അകത്തു കടന്നതു മുതൽ എന്റെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ടേയിരിക്കുന്നു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. എന്നാൽ ഇവൾ എന്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം ഒഴിച്ചിരിക്കുന്നു. ആകയാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ അനവധിയായ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയിരിക്കുന്നു. ഇവൾ ഏറെ സ്നേഹിച്ചുവല്ലോ. അല്പം ക്ഷമിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ യേശു അവളോട്, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. അപ്പോൾ വിരുന്നിലെ മറ്റതിഥികൾ പറഞ്ഞു തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക കൂടി ചെയ്യുന്ന ഇദ്ദേഹം ആര്? യേശു ആ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോകുക എന്നു പറഞ്ഞു. യേശു ആ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോകുക എന്നു പറഞ്ഞു.